എല്ലാവർക്കും വന്ദനം. അനുഗ്രഹീതമായ പ്രഭാതങ്ങൾ തരുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവിലും കർത്താവിൻ്റെ മഹാബലത്തിലും അടിയുറച്ച് ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ബലശാലികളാണ്, കർത്താവിൻ്റെ വിലപ്പെട്ട മക്കളാണ്. ഈ ദിവസങ്ങളിലെല്ലാം കൂടുതൽ ദൈവിക ബലത്തിൽ മുന്നോട്ട് പോകാൻ കർത്താവ് കൃപ തരട്ടെ. ഒരു കാലിക്കപ്പിൽ നിന്ന് ആർക്കും ഒന്നും പകർന്നു കൊടുക്കാൻ കഴിയില്ല. ഒരു നിറഞ്ഞ കപ്പാണോ, അതിൽ നിന്ന് അത് പകർന്നു കൊടുക്കാൻ കഴിയും. ഈ സത്യം ഒരു ദൈവ പൈതൽ എപ്പോഴും മനസ്സിലാക്കണം. പൗലോസ് പറയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. 1 കൊരിന്ത്യർ 11:23 വാക്യത്തിൽ അങ്ങനെ പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും. പൗലോസ് എന്തൊക്കെയാണ് കർത്താവിൽ നിന്ന് പ്രാപിച്ചത്? പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ചത് 1, ദർശനം. ആ ദമസ്കോസിന്റെ വടിവാതിക്കൽ ഒരു ദർശനം പ്രാപിച്ചു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്നു കർത്താവേ? കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായി. അവൻ ദർശനം പ്രാപിച്ചു, സ്വർഗീയ ദർശനം. 2, അവൻ കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയിരുന്നു, സൗഖ്യം പ്രാപിച്ചു. അടുത്തത്, കർത്താവിൽ നിന്ന് അവൻ അഭിഷേകം പ്രാപിച്ചു. അതുകൊണ്ട് തീർന്നില്ല, അവൻ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് വചനത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാപിച്ചു. അതുകൊണ്ടും പൗലോസ് ഒതുങ്ങിയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വിശ്വസ്തയോടെ വേല ചെയ്ത് അപ്പോസ്തോലികമായ ശുശ്രൂഷകൾ പ്രാപിച്ചത് നമ്മൾ കാണുന്നു. അന്ത്യോക്യ സഭയിൽ വെച്ചാണത് സംഭവിച്ചത്. അത് അപ്പോസ്തല പ്രവൃത്തി 13-ലുണ്ട്. അതുകൊണ്ട് പൗലോസ് ഒതുങ്ങുന്നില്ല. പിന്നീട് പൗലോസ് പറയുന്നത്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന്. പ്രാപിക്കുന്ന ഒരു വ്യക്തി, അതിന് ലിമിറ്റ് വെച്ചിട്ടില്ല, എത്ര വേണമെങ്കിലും പ്രാപിക്കാം. ഇരിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുവാനും നിങ്ങൾ മുടക്കുന്ന ആ സമയം, അതിൻ്റെ മൂല്യം ആയിരിക്കും നിങ്ങൾ പ്രാപിക്കുന്നത്. ഇത് എത്രത്തോളം നേരം ദൈവത്തോടു കൂടി ഇരിക്കുമോ അത്രത്തോളം നമുക്ക് പ്രാപിക്കാൻ കഴിയും. ഇന്ത്യയിൽ DGS ദിനകരൻ എന്ന ദൈവമനുഷ്യൻ 8 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് അതിൻ്റെ അനന്തരഫലം അസാധാരണമായ അപ്പോസ്തോലിക കൃപകൾ അദ്ദേഹം പ്രാപിച്ചു. ഇന്ത്യയിൽ ഒരു ചലനമുണ്ടാക്കാൻ ഇന്നും അദ്ദേഹത്തിൻ്റെ മകനും കൊച്ചുമക്കളും ഇന്ത്യയിൽ ഒരു ചലനം ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൽ നിന്ന് പ്രാപിച്ചവരുടെ തലമുറകളിൽ അത് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി. നമുക്ക് വിശ്വസിക്കാം, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ ആരാധനയിൽ കർത്താവെ, എനിക്കും പുതിയ ചില അനുഭവങ്ങൾ പ്രാപിപ്പാൻ കൃപ തരണേയെന്ന് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Purify my heart, let me be as gold and precious silver. Purify my heart, let me be as gold, pure gold, refiner's fire. My heart's
Lord, make me holy, purify my heart, cleanse me from my sin. Deal with it, refine us fire. My heart's one desire is to be holy, set apart for you, Lord. I choose to be holy, set apart for you, my Master, ready to do your will. It is to be holy, set apart for you, Lord. I choose to be holy, set apart for you, my Master, ready to do your will. Ready to do your will. അപ്പോസ്തല പ്രവൃത്തിയിൽ 7-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് ഇന്ന് നമ്മൾ കടന്നു വരുന്നു. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തിരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി വെച്ചു. പഴയ നിയമത്തിലെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമായി മോശയെ ദൈവം ആക്കി വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചില്ലേ, മിസ്രൈമിൽ എൻ്റെ ജനത്തിൻ്റെ പീഡ ഞാൻ കണ്ടു, അവരുടെ ഞെരക്കവും കേട്ടു, അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കും. അപ്പോൾ മോശ അധികാരിയും വീണ്ടെടുപ്പുകാരനും ആയതല്ല, അത് അവൻ്റെ പദ്ധതിയേ അല്ല, അത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ്. ദൈവത്തിൻ്റെ പ്ലാനിൽ ആര് നിന്നു കൊടുക്കുന്നുവോ അവരെ ദൈവം ചിലതൊക്കെ ആക്കി വെക്കുമെന്ന് ഈ വാക്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നു. എന്താണ് പറഞ്ഞത്? നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ തന്നെ. 27-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരി ന്യായകർത്താവ് ആക്കിയത് ആർ? 40-ാമത്തെ വയസ്സിൽ മോശ ഈ ജനത്തെ സഹായിക്കാൻ ചെന്നപ്പോൾ അവനെ അവർ ഉന്തിക്കളഞ്ഞെന്ന്, തള്ളിക്കളഞ്ഞു. അന്ന് മോശ സ്വന്തം ശക്തി കൊണ്ട് സുവിശേഷ വേല ചെയ്യാൻ നോക്കി, ഒരു വീണ്ടെടുപ്പുകാരനാകാൻ നോക്കി. അവൻ്റെ മേൽ വിളിയുണ്ട്, വിളിയില്ലെന്നല്ല, അവൻ തന്നെയാണ് അത് ചെയ്യേണ്ടത്, അതുമല്ല. എന്നാൽ അവൻ്റെ മേൽ അതിനുള്ള ദൈവിക നിയോഗം വന്നിട്ടില്ലായിരുന്നു. ദൈവിക നിയോഗം വന്നില്ലെങ്കിലും നമുക്ക് സുവിശേഷ വേല ചെയ്യാം. ദൈവിക നിയോഗമില്ലെങ്കിലും ട്രാക്റ്റ് കൊടുക്കാം, പരസ്യയോഗങ്ങൾ നടത്താം, കൺവെൻഷനുകളിൽ പ്രസംഗിക്കാം, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാം, ഇതെല്ലാം ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാനിലേക്ക്, ദൈവത്തിൻ്റെ സമയത്തിൽ നാം എത്തിക്കഴിയുമ്പോൾ അതേ വ്യക്തികൾ തന്നെ അസാധാരണമായ നിലയിൽ എഴുന്നേറ്റ് പ്രകാശിക്കുന്നത് കാണാൻ കഴിയും. യെശയ്യാവ് 60 പറയുന്നു, നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. മോശ പ്രകാശിച്ചത് 80-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സിൽ അവൻ്റെ കഴിവുകളിൽ അവനൊരു പ്രകാശനമുണ്ടായി. അത് വിലപ്പോയില്ല. മിസ്രൈമിലെ മുഴുവനും വിദ്യാഭ്യാസം,
ആയുധകല, ഒത്തിരി തരത്തിലുള്ള ആയോധന കലകൾ, ഇതെല്ലാം മോശയ്ക്ക് അറിയാമായിരുന്നു. ഇതൊന്നും വെളിച്ചം കണ്ടില്ല. ഇതുകൊണ്ട് ജനങ്ങളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആശയമാണ് വീണ്ടെടുപ്പ്. ദൈവത്തിൻ്റെ ആശയമാണ് ജനത്തെ വീണ്ടെടുത്ത് നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. ജനങ്ങളുടെ കഷ്ടതയും വേദനയും മനസ്സിലാക്കിയ ദൈവം ഒരാളെ ആക്കിയാൽ ആ വ്യക്തിയിലൂടെ അത് സംഭവിച്ചിരിക്കും. നമ്മൾ പാർക്കുന്ന ദേശത്ത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ജനങ്ങൾ ഒരാൾ പോലും നശിച്ചു പോകരുത്. ആ വാക്യം വായിച്ചുകൊണ്ട് നേരെ ഇറങ്ങി നമ്മൾ ആ ഓരോ വീടുകളിൽ ചെന്നാൽ അവർക്ക് ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ഈ വാക്യങ്ങൾ അറിയാകുന്നവർ, കർത്താവേ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കണം. കർത്താവിനോട് ചേർന്നിരിക്കണം. അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും എന്ന് വായിക്കും പോലെ, മർക്കോസ് 3:13 പറയുന്ന പോലെ, തന്നോടുകൂടെ ഇരിക്കാനും പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അവൻ 12 നിയമിച്ചു. ഒന്ന് കൂടെ ഇരിക്കാനാണ്. കൂടെ ഇരിക്കാതെ എങ്ങനെ പ്രസംഗിക്കും? കൂടെ ഇരിക്കുന്നവനാണ് പ്രസംഗമുണ്ടാകുന്നത്. കൂടെ ഇരിക്കുന്നവനാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് സുവിശേഷീകരണം. അത് ഒരു കടലാസ് ഒരു വീട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നതല്ല. അത് നമുക്ക് ചെയ്യാം. ശക്തിയില്ലാതെ സുവിശേഷ വേല ആവശ്യം പോലെ ചെയ്യാം. റിസൾട്ടുകൾ വളരെ വളരെ കുറവായിരിക്കും. അതിൽ റിസൾട്ട് ഇല്ലെന്നല്ല, എന്നാൽ ദൈവം ചിലരെ നിയോഗിച്ചെഴുന്നേൽപ്പിക്കും ഈ ദിവസങ്ങളിൽ. അതിനായി നമുക്കൊരുങ്ങാം. ഇതാ ഇവിടെ വായിക്കുന്നു, നിന്നെ അധികാരിയും ന്യായകർത്താവാക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ് ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തിരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. ദൈവം അതാക്കിയിട്ടേ അയക്കൂ. ചില ഇടങ്ങളിലേക്ക് ദൈവം നിങ്ങളെ അയക്കും. അത് ഒരു അധികാരത്തോടെ അയക്കും. ജനങ്ങളെ വീണ്ടെടുക്കാനുള്ള ശേഷിയോടെ അയക്കും. അതായത് മിസ്രൈമിൽ നിന്ന് ജനത്തെ മുഴുവനും വീണ്ടെടുക്കാനുള്ള ശക്തി ഇപ്പോൾ മോശയുടെ വാക്കുകളിലുണ്ട്, മോശയുടെ കൈകൾക്കുണ്ട്. ദൈവം അത് നമ്മിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കഴിയും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, ഇന്ത്യയുടെ വീണ്ടെടുപ്പിനായി എന്നെ ഉപയോഗിക്കണമേ, എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിൻ്റെ വീണ്ടെടുപ്പ്, പിശാചിൻ്റെ പിടിയിൽ കിടക്കുന്ന ഈ ജനങ്ങളുടെ വീണ്ടെടുപ്പിനായി എന്നെ ഉപയോഗിക്കണമേ. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനായി, ജനങ്ങളെ വിടുവിക്കാനായി ഞങ്ങളെ ഉപകരണമാക്കണമേ. ഞങ്ങളെ അതിനായി അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ അതിനായി ശക്തീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. നമ്മൾ ഒരുമിച്ചത് പ്രാർത്ഥിച്ചതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ടുകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് തന്നെ ഒരു നിയോഗമുണ്ടാകും. നമ്മൾ പല രാജ്യങ്ങളിലെ ഉണർവ് നടന്ന സ്ഥലങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ അവരെല്ലാം വർഷങ്ങൾ അവരെ എഴുന്നേൽപ്പിക്കാൻ ഒരു ഉണർവിനായി അവരിരുന്ന് പ്രാർത്ഥിച്ചു. മോശയുടെ കാലത്ത് വലിയൊരു ഉണർവ് നടക്കുകയാണ്. അടിമത്തത്തിൽ കിടക്കുന്ന ജനങ്ങൾ മുഴുവനും ദൈവത്താൽ സന്ദർശിക്കപ്പെട്ട് അവരുടെ ജീവിതം മാറിമറിഞ്ഞ് അവരൊരു രാത്രി കൊണ്ട് സമ്പന്നരായി, ഒരു രാത്രി കൊണ്ട് അവർ ബലവാന്മാരായി, ഒരു രാത്രി കൊണ്ട് ചെങ്കടൽ കടന്ന് ഇതാ അവർ കനാനിലേക്ക് ശക്തരായി യാത്ര പുറപ്പെടുന്നത്. അതിനെ നമുക്ക് ഇന്നത്തെ ഭാഷയിൽ റിവൈവൽ എന്ന് പറയാം. മുഴുവൻ ജനങ്ങളും, ദൈവം പദ്ധതിയിട്ട മുഴുവൻ ജനങ്ങളെയും അതിൽ നിന്ന് ദൈവത്തിൻ്റെ ഉടമ്പടിയിലുള്ള അബ്രഹാമിൻ്റെ മക്കളെ മുഴുവനും അടർത്തിയെടുത്ത് ഒരു മനുഷ്യൻ്റെ ആ പിൻനിരയിൽ അണിനിരത്തി അദ്ദേഹം മുഖാന്തരം അക്കരെ കടത്തുന്നു. 80 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ പിന്നിൽ ഇതാ ചെറുപ്പക്കാരണിനിരന്നു. ഒരു വലിയ പട്ടാളം അണിനിരന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടായി. കാരണം ദൈവവും അദ്ദേഹവും തമ്മിലുള്ള ആ
ബന്ധമാണ് അതിൻ്റെ കാരണമായത്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ അനുഭവം ഉണ്ടാകട്ടെ. മറ്റുള്ളവർ തള്ളിപ്പറഞ്ഞ വ്യക്തിയായിരുന്നു മോശ. മോശയെ അവർ തള്ളിപ്പറഞ്ഞു. എന്താ പറഞ്ഞത്? നിന്നെ ഞങ്ങൾക്ക് അധികാരിയാക്കിയത് ആര് എന്ന് തള്ളിപ്പറഞ്ഞു. ആ തള്ളിപ്പറഞ്ഞവരുടെ മുമ്പിൽ തന്നെയാണ് ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടായത്. തള്ളിപ്പറഞ്ഞ പലരും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സീസൺ വരാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് പല കാരണം ചൊല്ലി നിങ്ങളെ അംഗീകരിക്കാത്ത പലരും നിങ്ങളെ അംഗീകരിക്കുന്ന സമയം വരാൻ പോകുന്നു. ഒറ്റക്കിറങ്ങി തിരിച്ച ചില ഭാര്യമാരെ ഭർത്താക്കന്മാർ ഇന്നുവരെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ ഉപദേശത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയും തള്ളിപ്പറഞ്ഞവർ തന്നെ നിന്റെ മാർഗം സത്യമാണെന്ന് പറഞ്ഞ് ഭർത്താക്കന്മാർ ചേർന്ന് വരും. ഭർത്താക്കന്മാരുടെ മാർഗം സത്യമാണെന്ന് അറിഞ്ഞ് ഭാര്യമാർ ചേർന്ന് വരും. കുഞ്ഞുങ്ങൾ ചേർന്ന് വരും. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഇറങ്ങിയ മാർഗം പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പല കോളേജിലും പഠിക്കുമ്പോൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അവരുടെ കുടുംബത്തെ മുഴുവനും കർത്താവിലോട്ട് നയിച്ചത് പിന്നീട് എത്രയോ നാടുകളിൽ ചെന്നപ്പോൾ കണ്ടു. ഞാനാണ് ഒറ്റയ്ക്ക് വന്നത്, പിന്നെ പപ്പയും മമ്മിയും വന്നു, പിന്നെ ആങ്ങള വന്നു. ചില പെൺകുട്ടികൾ നേഴ്സിങ്ങിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മതം മാറ്റലാണോ? ഒരിക്കലുമല്ല. മനം മാറ്റുന്ന ഒരു അനുഭവമാണ്. മനസ്സിനെ മാറ്റിമറിച്ച് മനസ്സിനെ പുതുക്കി സമാധാനമുള്ള വ്യക്തിയാക്കി മാറ്റി മരണഭയത്തിൽ നിന്ന് അവരെ വിടുവിച്ച് അവരുടെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം. ആര് പറഞ്ഞു ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേർക്കുന്ന മാർഗമാണിതെന്ന്? അല്ല, അത് ആരുടെയൊക്കെയോ തെറ്റിദ്ധാരണയാണ്. ഒരു മതത്തിൽ നിന്ന് അടുത്ത മതത്തിലോട്ട് മാറിയത് കൊണ്ട് ആർക്കും മാറ്റമില്ല. അതായത് ചൊറിയണം, തൊട്ടാ ചൊറിയും. അത് പറമ്പ് മാറ്റി നട്ടതുകൊണ്ട് ചൊറിച്ചിൽ മാറത്തില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്തുള്ള ചൊറിയണം ഇത് ആലപ്പുഴയെ കൊണ്ടുവന്ന് നട്ടതുകൊണ്ട് ഒരു വ്യത്യാസവുമില്ല. ഇതുപോലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു മതത്തിൽ നിന്ന് അടുത്ത മതത്തിലേക്ക് വരുന്നതല്ല. ക്രിസ്തീയ മതത്തിലേക്ക് ദയവ് ചെയ്ത് ആരും വരല്ലേ. അതിനേക്കാൾ നല്ലത് നിങ്ങളായിരിക്കുന്ന മതമാണ്. എന്നാൽ ക്രിസ്തീയ മാർഗത്തിലേക്ക് നിങ്ങൾ വരണം. ആ മാർഗമാണ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചുകൊണ്ട് നിത്യജീവൻ തന്നുകൊണ്ട് കർത്താവ് സ്ഥാപിച്ച മാർഗം, അപ്പോസ്തലന്മാരാൽ കൂട്ടിച്ചേർക്കപ്പെട്ട മാർഗം, അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന മാർഗം. എന്നാൽ എന്നുമുള്ളവർ ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് മതപരിവർത്തനമാണ്. അല്ല, ഇത് മനപരിവർത്തനം. മനപരിവർത്തനം എന്നുള്ളത് ഒരു മതത്തിലുമില്ല. താൽക്കാലികമായ ചില കാര്യങ്ങൾ എല്ലാ മതത്തിലും ഉണ്ട്. താൽക്കാലികമായിട്ട് ഒരാഴ്ചത്തേക്ക് ഒരു വ്രതമെടുത്താൽ ഒരു മാസത്തേക്ക് ഒക്കെ വേറൊന്നും ചെയ്യാതെ പച്ചക്കറി മാത്രമേ കൂട്ടുകയുള്ളൂ, മീൻ കൂട്ടത്തില്ല, ഇറച്ചി കൂട്ടത്തില്ല, അങ്ങനെയൊക്കെ ഇരുന്ന് ഒരു വ്രതമൊക്കെ എടുക്കുന്നൊരു ചില ദിവസങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നതിനെ വലുതായി കാണരുത്. ഇതല്ല മനപരിവർത്തനം. മനപരിവർത്തനം എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞതാണ്, മുമ്പേ ഞാൻ നിഷ്ഠൂരനും ഉപദ്രവിയും ദൂഷകനുമായിരുന്നു. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടാതെ എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അതിൻ്റെ പേരാണ് മനപരിവർത്തനം. അതായത് പാപിയായ ഒരു മനുഷ്യനെ വിശുദ്ധനാക്കി മാറ്റുന്നതിൻ്റെ പേരാണ് മനപരിവർത്തനം. ബലഹീനനായ ഒരു വ്യക്തിയെ ശക്തനാക്കി മാറ്റുന്നതാണ് മനപരിവർത്തനം. അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് അപ്പോസ്തലന്മാർ എടുത്തു പറഞ്ഞത് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവുമില്ല. ഈ സത്യങ്ങൾ അറിയാത്തവരാണ് വഞ്ചിക്കപ്പെടുന്നത്. മനപരിവർത്തനം. ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കും. പൗലോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ജാതികളുടെ ഇടയിലേക്ക് അയക്കും. മനപരിവർത്തനം ലഭിച്ചവർ മനപരിവർത്തനം ആവശ്യമുള്ളിടത്തേക്ക് യാത്ര ചെയ്യും. ഇതാ
ഈ ജനങ്ങളെ മോശ മുഖാന്തരം വീണ്ടെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരിക്കൽ ഈ ദൈവജനം തള്ളിക്കളഞ്ഞ അതേ വ്യക്തിയെ ദൈവം വീണ്ടും അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. യേശു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവരും ദൈവമക്കളായി തീർന്നു. യഹൂദന്മാർ തള്ളി. അതുകൊണ്ട് ജാതികളായ നമ്മൾ യേശുവേ അങ്ങ് വീണ്ടെടുപ്പുകാരനാണ്, അങ്ങ് അധികാരിയാണ്, അങ്ങ് കർത്താവാണ് എന്ന് പറഞ്ഞപ്പോൾ ദൈവമാക്കി വെച്ച കർത്താവിനെ നമ്മൾ അധികാരിയായും കർത്താവുമായും വീണ്ടെടുപ്പുകാരനുമായി ഏറ്റെടുത്തപ്പോൾ നമ്മിൽ മനപരിവർത്തനമുണ്ടായി. നമ്മുടെ മിശ്രയും നമ്മെ വിട്ടുമാറി, നമ്മുടെ ലോകം നമ്മെ വിട്ടുമാറി, നമ്മൾ പുതിയ സൃഷ്ടികളായി. ഇതിൻ്റെ പേരാണ് മനപരിവർത്തനം. യേശുവിൽ ജീവിക്കുന്നത്. മോശയോടുകൂടെ ചേർന്നവരെല്ലാം മരിച്ചു. എന്നാൽ യേശുവിനോട് ചേർന്നവർക്ക് മരിക്കാൻ കഴിയില്ല, നിത്യജീവനാണ്. അവർ നിദ്ര പ്രാപിക്കും, അവർക്ക് മരിക്കാൻ കഴിയില്ല. ഈ സത്യങ്ങളിൽ നമുക്ക് ജീവിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ദൈവിക സത്യങ്ങൾ അറിഞ്ഞും വിശ്വസിച്ചും പ്രാപിച്ചും ബലപ്പെട്ടും ഓരോ ദിവസവും ഞങ്ങൾക്ക് ക്രിസ്തുവിൽ വളരുവാൻ അധികം കൃപ തരണം. മനപരിവർത്തനം എനിക്കും ഇത് കേൾക്കുന്നവർക്ക് നൽകണമേ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ കൃപ നൽകണമേ. പുതിയ തലങ്ങൾ തുറക്കണമേ. തള്ളിക്കളഞ്ഞ ഇടത്ത് തന്നെ ചില അഭിഷേകത്തിൻ്റെ കൃപകൾ ഇത് കേൾക്കുന്ന പലർക്കും ഉണ്ടാകട്ടെ. ഇവരുടെ സമൂഹത്തിൽ ഇവരെ ആരെല്ലാം തള്ളിക്കളഞ്ഞ അവരുടെ നടുവിൽ തന്നെ ഇവർ അഭിഷേകമുള്ള വ്യക്തിയാണെന്നും ഇവരുടെ മേലൊരു വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷയുണ്ടെന്നും ജനം തിരിച്ചറിഞ്ഞ് തള്ളിക്കളഞ്ഞിടത്ത് തന്നെ ഇവർ അംഗീകരിക്കപ്പെടട്ടെ. പലരും ചർച്ചുകളിൽ, ഭവനങ്ങളിൽ ഒറ്റപ്പെട്ടവരായി തള്ളപ്പെട്ടവരുണ്ട്. അവരുടെ മേലുള്ള അഭിഷേകത്തെയും കൃപയെയും മറ്റുള്ളവർ കാണട്ടെ. അതുപോലെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, സൗഖ്യമാകട്ടെ, സാമ്പത്തിക ഉറവുകൾ തുറക്കട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അത്ഭുതമാകട്ടെ, പുതിയ വാതിലുകൾ ഈ പുതിയ ദിവസം തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശുവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മെ തള്ളിക്കളഞ്ഞെടുത്ത് തന്നെ ദൈവം നമ്മെ മാനിക്കും. കർത്താവിൽ ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.